ഓക്കെ, താങ്ക് യു. ട്രാൻസ്ലേഷൻ ചെയ്യുവോ? ആരാണ് ചെയ്യുന്നത്? ജെഫി ഓർ നിസി? ജെഫി ചെയ്യത്തില്ലേ? ഓക്കെ, താങ്ക് യു. അതേതായാലും നന്നായി. ഞാൻ ഹിന്ദിയിലൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രാൻസ്ലേഷൻ വന്നപ്പോ എനിക്ക് ഇച്ചിരൂടെ ഒരു സന്തോഷം. ഓക്കെ, താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु के अद्भुत नाम की महिमा हो। ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. इस अच्छे अवसर के लिए मैं प्रभु को धन्यवाद देता हूँ। ദേവദാസൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. जिस प्रकार प्रभु के दास ने बोला कि सब लोग अपने वीडियो ऑन रखिएगा। നിങ്ങളുടെ മുഖങ്ങൾ ഒക്കെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷകരമാണ്. आपके मुंह देखने से मेरे को बहुत खुशी है। ഓക്കെ, ടെക്നോളജിയുടെ ആവിർഭാവം നിമിത്തം ഐഡി ചെയ്തൊന്നും വെക്കണ്ട, അത് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് വളരെ നെറ്റ്വർക്ക് ഉള്ളവര് വെട്ടമുള്ളവരൊക്കെ ഓൺ ചെയ്ത് വെക്കുക. ഒരു കുഴപ്പമില്ല. നമുക്ക് തമ്മിൽ കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. जिनके पास नेटवर्क ठीक है वो लोग अपने वीडियो ऑन रख सकते हैं। हम लोग आपस में देखकर बात कर पाएंगे और प्रचार सुन पाएंगे। സോറി, എപ്പോഴാണ് നിർത്തേണ്ടത്? ഞാന് പറഞ്ഞോളൂ. 8:10 വരെ സമയം. ഓക്കെ, തുടർന്നുള്ള ഏകദേശം 55 മിനിറ്റ് 50 മിനിറ്റ് ഓക്കെ 55 മിനിറ്റ് 50 മിനിറ്റ് നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടെ ആയിരിക്കും. आगे के जो 50 करीबन 50 मिनट जो है वो बहुत ही प्रार्थना के साथ आप बैठिएगा। ദൈവമേ എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും. प्रभु मेरे से आज बात करना है, ऐसे एक चाहत के साथ बैठिए। നമ്മള് എന്താ പറയുക, വെറുതെ അങ്ങ് നടന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ദൈവം വാസ്തവമായി നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ചെവികളിൽ സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. हम लोग साधारण ऐसे जीने के लिए नहीं बल्कि प्रभु के उस आवाज को सुनने के लिए उसकी चाहत के साथ हम लोग को आगे बढ़ना है। കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാമോ? पिछली बार भी मैं आपके बीच में बात किया था। मेरे को लगता है क्या आप याद कर पाएंगे कि क्या मैंने पिछली बार आपसे बात किया था? ആർക്കെങ്കിലും അറിയാമോ? कोई भी जानता है, याद है? आपने गुड फ्रेंड के बारे में कहा था। क्या है? गुड फ्रेंड के बारे में। गुड फ्रेंड। ഓക്കെ ഓക്കെ, നമുക്ക് ഒരു ഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോവാം. हम एक बात की ओर जल्दी चलेंगे। അതിന്റെ കുറച്ച് ഭാഗം എനിക്ക് തോന്നുന്നു അന്നത്തെ മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചു എന്ന്. मेरे को लगता है कि उसका थोड़ा सा भाग जो है मैंने पिछले मीटिंग में बताया था। എല്ലാവർക്കും 2 കൊരിന്ത്യർ 2-ാം അധ്യായം 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കും. दूसरा कोरिन्थियर उसका 11 की ओर हम लोग चलेंगे। അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ ഹിന്ദി ബൈബിളിൽ 3-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ 2-3 വേർഡുകൾ മാത്രം ഒന്ന് വായിച്ചു. हिंदी में 11 का जो 3 है उसका जो शुरुआत का कुछ पद है वो थोड़ा पढ़िएगा। परंतु मैं डरता हूँ। മതി മതി മതി. ഹിന്ദിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് മലയാളത്തിൽ അത് കുറച്ചുകൂടെ താഴെ ആട്ടണതുകൊണ്ടായി. ഞാൻ ഭയപ്പെടുന്നു. मैं डरता हूँ। പൗലോസ് ഭയപ്പെടുകയാണ്. पौलुस यहाँ डरता है। എന്താണ് ഭയപ്പെടുന്നത്? അതിനുള്ള കാരണം നമ്മൾ അല്പസമയം 50 മിനിറ്റ് അത് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടും. क्या डरते हैं और क्यों डरते हैं वो अभी आगे के थोड़े समय में हम चिंता करेंगे। ഈ 11-ന്റെ അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് കുറച്ച് ഒരു വലിയ ഒരു പാസേജ് ആണ്. അതൊന്നും ഞാൻ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഈ 2, 3, 4 വാക്യങ്ങൾ, ആ 3 വാക്യങ്ങളിൽ നിന്നും, അതായത് 11-ാം അധ്യായം അതിന്റെ 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. मैं ये जो 11 अध्याय है ये पूरा नहीं लेना चाहता। उसके जो 2, 3 और 4 है उनको लेकर मैं बताना चाहता हूँ। പൗലോസ് ഇവിടെ പറയുകയാണ് ഭയപ്പെടുന്നു. ഞാൻ ഒരു കാര്യം ഓർത്തുകൊണ്ട് വളരെ ഭയപ്പെടുന്നു. पौलुस यहाँ कहता है कि मैं एक बात को लेकर बहुत ही डरता हूँ। ഇന്ന് വൈകുന്നേര സമയത്തായിരിക്കുന്ന
ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഞാനും ഭയപ്പെടുന്നുണ്ട്. आज इस शाम के समय जूम मीटिंग में बैठते टाइम मैं भी कुछ बात के लिए डर रहा हूँ. അതെന്താണെന്നുള്ളത് നമ്മൾ അവസാന കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. वो क्या है वो मैं लास्ट में आपको बताऊंगा. उसके दूसरे पद की ओर हम चलेंगे. ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ, ദൈവത്തിന്റെ തീഷ്ണതയോടെ എരിയുന്നു, തീഷ്ണതയോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ആ രണ്ടാം വാക്യം തുടങ്ങുന്നത്. ये दूसरा पद जो है वो बताती है कि मैं परमेश्वर के विषय में ईश्वरीय धुन लगाए रहता हूँ. ഈശ്വരീയ ധൂൻ, ഭയങ്കരമായ ഒരു ശുഷ്കാന്തി, ഭയങ്കരമായ ഒരു തീഷ്ണത, ഭയങ്കരമായ ഒരു എരിവ്. वो बताती है कि परमेश्वर के विषय में बहुत ही ज्यादा क्या बोलते हैं, एक आग अंदर भार के साथ बैठे हुए हैं. എന്നിട്ട് പറയുവാണ് പൗലോസ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. उसके आगे बताती है कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी के समान मसीह को सौंप दूं. പൗലോസ് പറയുകയാണ് കോരിന്തി സഭയോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അടുത്തു വന്ന് ഞാൻ ഒരു മണവാളനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ അവതരിപ്പിച്ചു. അദ്ദേഹവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഇടയാക്കി തീർന്നു. पौलुस जो कोरिन्थिय सभा से कहते हैं कि मैं आप लोगों के पास आकर एक जो हमारे परमेश्वर के बारे में बताकर आपको एक दुल्हन के समान मैं तैयार करना चाहता हूँ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്, നിങ്ങൾക്ക് ഒരു പുരുഷനുണ്ട്, ഒരു മണവാളൻ നിങ്ങൾക്ക് ഉണ്ട്. मैंने आपको बताया कि आपके लिए एक पुरुष है, एक दुल्हा है. അവന് വേണ്ടി ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നമ്മളൊക്കെ ഈ കല്യാണം ഒക്കെ പല ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം ഏകദേശം ഒരു 15 വയസ്സിന് മേളിലുള്ളവരാണോ? इसमें बैठे हुए सब लोग 15 साल के ऊपर के हैं. ഓക്കെ, മുഖം അതിൽ തന്നെയാണ് ഞാൻ ഇത് ഓൺ ആക്കി വെക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഓക്കെ, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, അതായത് നമ്മളെ ഒരു ചെറുക്കന്റെ കൂട്ടുകാരും പെണ്ണിന്റെ കൂട്ടുകാരും പോയി കല്യാണം വീട്ടുകാരെല്ലാം കൂടെ ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ഇത് ഉറപ്പിക്കുവാൻ തീരുമാനിച്ചു. ലാസ്റ്റ് അതിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയും. എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകണം, പക്ഷെ ഒരു റിങ് കൈമാറ്റം എന്നൊക്കെ നമുക്ക് പറയാം. ഞങ്ങളൊന്ന് റിങ് ഒന്നും കൈമാറിയിട്ടില്ല. എൻഗേജ്മെന്റ് എന്നുള്ള വേർഡ് അവര് ഉറപ്പ് കഴിഞ്ഞു. जब हम सब लोग जानते हैं कि जब एक लड़का और लड़की के बीच में एंगेजमेंट हो जाता है, जब वो अंगूठियां आपस में बांध देते हैं. ഞാൻ പറയുന്നത് ജെഫി സ്പീഡ് ഉണ്ടോ? നിർത്തി പറയണോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അതായത് വിവാഹ നിശ്ചയം ഇനി ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. उनके बीच में एंगेजमेंट हो गया है, उनका रोह ही हो गया है. अभी उनका शादी का विषय आगे എല്ലാവരും പാസ്റ്റർമാരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു, വീട്ടുകാരെല്ലാം കൂടെ വന്ന് ആശീർവദിച്ച് അവരെ വിട്ടു. जो पादरी लोग सब आगे हैं, उन्होंने प्रार्थना किया, सब लोग आके प्रार्थना करके उनको भेज दिया. ഇനി നിങ്ങൾ വിചാരിക്കുക, ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒക്കെ കഴിഞ്ഞാണ് ആ വിവാഹം നടക്കാൻ പോകുന്നത്. अभी आप सोचना कि करीबन 3 महीने या 6 महीने या 1 साल के बाद उनकी शादी होने वाला है. ഇന്നുറച്ച് നാളെ കല്യാണം കഴിക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതിനിടയിലെ ഒരു ഗ്യാപ്പ് ഉള്ള ഒരു 3 മാസം 6 മാസം 1 വർഷം 2 വർഷം ഒക്കെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ള ആ ഒരു കല്യാണത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയും. आज एंगेजमेंट के बाद कल शादी होने वाले भी कुछ ऐसे संभव है, लेकिन मैं उसके बारे में नहीं बोल रहा. आज एंगेजमेंट के बाद कुछ देरी के बाद, कुछ महीने और सालों के बाद जो शादी होती है, उसके बारे में सोचने के लिए मैं आपको बता रहा हूँ. അവരുടെ മനസ്സിനെ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. उनका जो हृदय है उसको आपके सामने मैं रखना चाहता हूँ. ഞങ്ങളുടെ കല്യാണം എന്റെ ഭാര്യയുടെ ഏകദേശം 1 മാസത്തിന് ശേഷമാണ് വിവാഹം നടന്നത്.
हमारी शादी, मेरा और मेरे वाइफ की शादी जो है वो 1 महीने के बाद हुई थी। एंगेजमेंट के बाद 1 महीने के बाद। എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിന് ശേഷം. एंगेजमेंट के बाद 30 दिन के बाद हुई थी। പക്ഷേ എന്റെ ഞങ്ങളുടെ ഉള്ളിൽ അതിപ്പം പണ്ടൊന്നും ഒന്നും നടക്കത്തില്ല. ഇപ്പൊക്കെ ആണെങ്കിൽ ഫോണ്, വാട്സപ്പ് അങ്ങനെയുള്ള ഒരു കാലം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പോലും വാട്സപ്പ് ഒന്നും അത്രയും സാധാരണമല്ലായിരുന്നു. എങ്കിലും ഫോൺ വിളിക്കാമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് എത്രയും വേഗം ആ ദിവസം ഒന്ന് എത്തുക എന്നുള്ളതാണ്. हमारे समय में व्हाट्सएप या वीडियो कॉल वो सब नहीं हो पाता था, लेकिन फिर भी हम फोन कर सकते थे। तो हमारे अंदर ये था कि जल्दी से जल्दी वो दिन आ जाए। ഇവരുടെ മനസ്സിൽ സമയം കടന്നു പോകുന്നില്ലോ എന്നൊക്കെ ഒരു ചിന്ത അങ്ങ് ഭരിക്കാൻ തുടങ്ങി. हमारे अंदर ये समय नहीं जा रहा है, ऐसे चिंताएं आने लगी। നിശ്ചയിക്കപ്പെട്ട ആ ദിവസം എത്രയും പെട്ടെന്നൊന്ന് വരാനുള്ള ആഗ്രഹം, ഒരു ആകാംക്ഷ, ഒരു ശുഷ്കാന്തി ഒക്കെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും. वो जो निश्चय किया हुआ जो दिन है वो जल्दी से जल्दी आ जाए, ऐसा बहुत ही चाहत हमारे मन में था। എത്രയും വേഗം ഒന്നിക്കണം, അല്ലെങ്കിൽ എത്രയും വേഗം അവരോട് കൂടെ ആകണം, എത്രയും വേഗം ആ വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹമാണ് രണ്ട് വ്യക്തികളുടെയും മനസ്സിലിരിക്കുന്നത്. कितनी जल्दी हो सके उतनी जल्दी हम एक साथ जुड़ जाए, एक साथ रहने लगे, वैसा एक चिंता और चाहत हम दोनों मीन्स जो दो हैं उनके मन में होता है। പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് പറയുമ്പോൾ ഓർക്കണം, ഇപ്പോഴത്തെ കാലഘട്ടവും സാഹചര്യങ്ങളും ഒക്കെ, അത് പിന്നീട് ഞാൻ പറയാം. സാഹചര്യം ഒക്കെ ഇങ്ങനെ ഇപ്പോഴേ അങ്ങ് പ്രപ്പോസ് ചെയ്ത് വെച്ച് ഇപ്പോഴേ വിവാഹം തീയതി വരെ കുറിച്ച് വെക്കുന്ന പലരും ഒരു പക്ഷേ നിങ്ങളല്ല, നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊക്കെയോ നിങ്ങളുടെ കൺമുമ്പിലൊക്കെ കണ്ടെന്നിരിക്കാം. मैं ये बोलते समय आप लोग को ये सोचना चाहिए कि आजकल के जमाने में बहुत से हैं जो पहले से ही देख के रखकर सोच के रखकर सब कुछ तैयार करके रखे हुए आपके दोस्त या आपके पहचान में हैं। നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ അറിയാം. അതൊക്കെ വളരെ തെറ്റാണ്. ഞാൻ അത് ഓർപ്പിക്കുകയാണ്. ഒരു നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നിലേക്കും കാലെടുത്ത് വെക്കരുത്. मैं आप लोगों के बारे में नहीं बोल रहा, ऐसे कुछ लोग आप जानते होंगे, लेकिन ये बहुत ही गलत है। अपने ही बुद्धि से या योजना से हमें कुछ भी नहीं करना चाहिए। ദൈവത്തിന്റെ സമീപം നിങ്ങൾക്ക് ആവശ്യമുള്ള തുണയെ, പങ്കാളിയെ നിങ്ങൾക്ക് കൊണ്ടുതരും ദൈവം. प्रभु अपने समय में जो आपके लिए चाहिए वो उत्तम और उचित व्यक्ति को प्रभु आपके लिए दे देगा। ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. प्रभु की इच्छा के अनुसार वाला एक व्यक्ति आपके लिए प्रभु दे देगा। നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ പുറകെ ഒന്നും നടക്കണ്ട. അതിന് ഉള്ള സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ പാസ്റ്റേഴ്സ്, സഹോദരങ്ങളൊക്കെ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. आपको उसके पीछे जाने की या उसके लिए परिश्रम करने की या ढूंढने की जरूरत नहीं है। सही समय पर आपके माता पिता के द्वारा प्रभु आपके लिए दे देगा। ഏദൻ തോട്ടത്തിൽ ആദാം ഇങ്ങനെ തനിച്ച് കിടക്കുകയായിരുന്നു. एदन के जो बगीचे में आदम अकेले पड़ा हुआ था। ദൈവം വിചാരിച്ചു ഇവന് ഒരു രക്ഷയില്ല, ഇവന് തന്നെ ഇരുന്ന് ഇവന് ബോറടിക്കുന്നു, അതുകൊണ്ട് ഇവൻ ഒരു വ്യക്തിയെ, കൂട്ടത്തെ ഒരാളെ വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു. परमेश्वर ने सोचा कि ये अकेले है, इसके लिए एक साथी की जरूरत है, ऐसे सोचा। ആ സമയത്ത് അവന് നല്ലതായിട്ടൊരു ഉറക്കം കൊടുത്തു. उस समय उसको बहुत ही गहरा नींद दे दिया। ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ദാണ്ട് ഹവ്വ നിൽക്കുന്നു. जब नींद से उठा तो देखा तो सामने हव्वा है। അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങുക. സമയമാകുമ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരാളെ, നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തിയെ കൊണ്ടുതരുവാനിടയായി. इसलिए आप लोग अच्छे से सोइएगा। जब समय हो जाएगा तब परमेश्वर आपके सामने जो परमेश्वर की योजना के अनुसार वाले व्यक्ति को लेके आएगा। ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അവരെല്ലാം അങ്ങ് തലമണ്ടേ മുഴുവൻ രാവിലെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഫോൺ നെഞ്ചത്ത് കിടന്നുറങ്ങുന്നവരാണ്. ഇവരെ ഇങ്ങനെ ഭയങ്കര പിണക്കങ്ങൾ, അടിപിടി, ഇങ്ങനെ ഇതിന്റെ ഒന്നും പുറകെ പോലെ നിങ്ങളുടെ ശരീരം കേടാക്കാതെ, അശുദ്ധമാക്കാതെ നിങ്ങൾ നല്ലവണ്ണം ഉറങ്ങുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയെ കൊണ്ടുതരുവാനിടയായി. मैं बहुत से ऐसे बच्चों को जानता हूँ जो फोन जो है अपने शरीर के साथ लगाकर बहुत से चिंताओं के साथ, बहुत से बातों को लेकर परेशान होकर क्या होगा, कैसे होगा, वो मिलेगा, ये मिलेगा या नहीं, ऐसे सोचकर
आगे बढ़ते हैं, लेकिन मैं बोलना चाहता हूँ कि आपको अपने हृदय को या आपके शरीर को खराब करने की जरूरत नहीं है, समय पर प्रभु आपको दे देगा। ഓക്കെ, വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു വ്യക്തി വിവാഹം ആകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം. जो एंगेजमेंट होने के बाद वो शादी के उस समय के लिए इंतजार करने वाले उस व्यक्ति വളരെയധികം ഒരു ആകാംക്ഷയോടെ എനിക്ക് വേണ്ടി നിശ്ചയിച്ച ആളുടെ അടുത്ത് എനിക്ക് എത്താൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. बहुत ही ज्यादा चाहत के साथ कब वो समय आएगा उसको चिंता करते हुए बैठे रहते हैं। ആ സമയത്തിന് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. उस समय और कुछ भी बात या विषय हमारे सामने नहीं होता। കഴിഞ്ഞ ദിവസം മീററ്റിന് എന്റെ എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവിടുത്തെ മോടെ കല്യാണം കഴിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇത്ര രാത്രി അവക്ക് ഉറക്കമില്ല, അവൾ അടുക്കളയിൽ കയറി ചായ വെച്ചിട്ട് ഫോണും കൊണ്ട് പോകും, ചായ അത് കരിഞ്ഞു പോകുന്നു, ഒന്നും അറിയത്തില്ല. ഈ വർത്തമാനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂകമ്പം വന്നാലും തൂവാൻ വന്നാലും ഒന്നും അറിയാത്ത ഒരവസ്ഥ. पिछले दिनों में मेरे को पहचान वाला एक परिवार में एक बेटी का शादी हुआ, तो उसकी मम्मा बता रही थी कि जब उनका एंगेजमेंट हो गया था तो उसके बाद उसे कुछ भी परिस्थिति का कोई बोध नहीं होता। वो चाय के लिए रख देती है, उसके बाद फोन आता है, वो फोन लेके चले जाती है, चाय उधर उबल कर पूरा खराब हो जाता है, तब भी उसे कुछ पता नहीं चलता। ऐसे पूरे दिन पता नहीं कितना समय बात करते हैं। എന്നാൽ അവന്റെ ചിന്തകൾ മുഴുവൻ അവന്റെ ഫോക്കസ്, അവന്റെ കണ്ണുകൾ, അവന്റെ ചെവികൾ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുക. उस समय उनका जो केंद्र है वो सिर्फ एक चीज पर रहता है। ആ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. सिर्फ वो ही एक व्यक्ति के ऊपर वो उनका पूरा केंद्र होता है और जो भी काम करते हैं सब में उनको वही सोच होता है। ആ സമയത്ത് അവന്റെ മുമ്പിൽ കൂടെ ഐശ്വര്യ റായ് വന്നാലും അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ വന്നാലും ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. അവരൊക്കെ ഒന്നുമല്ല, എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വ്യക്തി, സുന്ദരനായ വ്യക്തി എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. उस समय अगर उनके सामने शाहरुख खान आ जाए, ऐश्वर्या राय आ जाए, तब भी उनको वो सब बहुत ही तुच्छ लगेंगे। जो उनके लिए निश्चय किया है वो ही उनको सबसे सुंदर और सबसे बड़ा लगता है। നിങ്ങൾ വിചാരിക്കും ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൗൺസിലിംഗിന്റെ സമയം അതുപോലൊക്കെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. आप लोग ये मत सोचना कि ये उपवास प्रार्थना है और पास्टर एक काउंसलिंग की तरह बता रहे हैं, ये मत सोचना। मुझे पता है ये उपवास प्रार्थना है, ये जानते ही मैं ये बात कर रहा हूँ। അതുപോലെ പൗലോസ് പറയുകയാണ്, നിങ്ങളെ ഞാൻ ഒരു പുരുഷന്, ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. इसी प्रकार पौलुस बोलता है कि मैंने तुम लोगों को एक पुरुष के लिए तैयार कर रहा हूँ। നിങ്ങളുടെ റിങ് കൈമാറി, നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാ. आप लोगों का एंगेजमेंट हो चुका है। നിങ്ങൾക്ക് ഇനി വേറെ ഒന്നിലേക്ക് പോകുവാൻ കഴിയത്തില്ല. आप लोगों को और किसी बात पर आपका ध्यान नहीं जा सकता है। നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. आपके मन में सिर्फ वही एक व्यक्ति होना चाहिए। നിങ്ങളുടെ ചിന്തകളിൽ ആ വ്യക്തി മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. आपकी चिंताओं में सिर्फ वही व्यक्ति होना चाहिए। അവന്റെ അടുത്ത് നിർമ്മലതയോടും വിശുദ്ധിയോടും എത്തിക്കുക എന്നുള്ള കടമയാണ് ദൈവം ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസോടെ പറയുന്നത്. उस पुरुष के पास आपको पूरा निर्मल और शुद्ध के साथ पहुंचाना, ऐसा काम प्रभु ने हमें सौंपा है। കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. बच्चों, आप लोगों का भी जो विवाह निश्चय हो चुका है। അതായത് നിങ്ങൾ ശാരീരികമായ കാര്യമല്ല, ഈ ഭൂമിയിലെ കാര്യമല്ല, ആത്മീകമായി നിങ്ങളുടെ വിവാഹം. നിങ്ങൾ എന്ന് യേശുവിന്റെ പുറകെ പോകുവാൻ വേണ്ടി തയ്യാറെടുത്തോ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിന് വ്യത്യാസം ഉണ്ടായോ, മാനസാന്തര അനുഭവത്തിൽ വന്നു, അന്ന് മുതൽ നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. मैं ये जो दुनियादारी का जो विवाह है उसके बारे में नहीं बोल रहा। आत्मिक तौर पर जब आप लोगों ने अपने परमेश्वर यहोवा को स्वीकार किया, उद्धारकर्ता माना, मन फिराया, तभी आप लोगों का विवाह निश्चय उस परमेश्वर के साथ हो चुका है।
അവനെ മാത്രമാണ് ഇനി അവനിൽ മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ്. सिर्फ और सिर्फ उन्हीं पर आपका केंद्र होना चाहिए. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ വിശദീകരിക്കുന്ന സമയത്തിന് കുറവുണ്ട്, ഭയപ്പെടുന്നു പൗലോസ്. लेकिन पौलुस बताता है कि मैं डर रहा हूँ. കാരണം അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. ഒരു അപകടം മുമ്പിൽ കാണും. क्योंकि पौलुस आगे एक घटना को देख रहा है. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ എന്താണെന്നറിയാവോ, ഏദൻ തോട്ടത്തില് ആദാമിനെ അല്ലെങ്കിൽ ഹൗവയെ സർപ്പം ഉപായത്താൽ ചതിച്ചു. पौलुस तीसरे पद में बताता है कि मैं डर रहा हूँ क्योंकि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया. ചതിച്ചു, തന്ത്രങ്ങൾ കൊണ്ട് അവരെ അകറ്റി ദൈവത്തിൽ നിന്ന്. उसके वो चतुर जो स्वभाव है उसके साथ उनको फंसाया. ദൈവവും ആ മനുഷ്യരും തമ്മിലുള്ള, ആദാമും ഹൗവായും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്ന് ശത്രുവായവൻ, പിശാചായവൻ തന്ത്രങ്ങൾ കൊണ്ട് ഹൗവായെ അകറ്റി. जो परमेश्वर हव्वा और आदम के बीच में जो संबंध था, जो बंधन था, उसको शैतान ने क्या किया, उसके चतुर स्वभाव के साथ उन्हें अलग कर दिया. നേരിട്ട് സാത്താൻ അവിടെ വന്നില്ല. शैतान सामने खुद ही नहीं आया. അവൻ പാമ്പിന്റെ രൂപമെടുത്ത് പാമ്പിൽ കൂടി അവിടെ വരികയാണ്. वो सर्प का रूप लेकर उनके सामने आया. അങ്ങനെ ദൈവ സ്വരൂപത്തിലായിരുന്നവർ, ദൈവത്തിന്റെ തേജസ്സിലായിരുന്നവർ, ദൈവത്തെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നവർ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായിപ്പോയി, ആ ബന്ധത്തിൽ നിന്ന്. वैसे जो व्यक्ति परमेश्वर के उस ईश्वरीय धुन में थे, उस पवित्रता में थे, वो लोग क्या हो गए, परमेश्वर से दूर हो गए. കാരണം അവിടെ ഒന്നും ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കും, 3-ാം അധ്യായം വായിക്കും, അവിടെ പാപം എന്നല്ല പറയുന്നത്, അവർക്ക് മരണം സംഭവിച്ചു എന്നാണ് പറയുന്നത്. മരണം. जब हम उल्पत्ति के उधर तीसरे पद में पढ़ते हैं तो उधर लिखा गया है पाप में गिरे करके नहीं, बल्कि वो लोग मर चुके हैं, वैसे लिखा है. അതെ, പാപം എന്ന് നമ്മൾ അതിനെ വിവക്ഷിക്കുമെങ്കിലും അവിടെ നടന്നത് ഒരു മരണമായിരുന്നു. हम पाप करके बोलते हैं तो भी वहां एक मृत्यु हुआ है. ഇത് തന്നെ, ഈ തന്ത്രം തന്നെയാണ് പിശാച് ഇപ്പോഴും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. यही जो चाल है शैतान अभी भी चला रहा है. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിടർച്ച അല്ലെങ്കിൽ അകലിച്ച അല്ലെങ്കിൽ അകറ്റുക എന്നത് മാത്രമാണ് പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. शैतान का एक ही एक लक्ष्य है कि जो परमेश्वर के साथ हमारा संबंध है, बंधन है, उससे अलग करें. കുഞ്ഞുങ്ങളെ, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെടുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. बच्चों, जो परमेश्वर के साथ आपका बंधन है उसे नष्ट करना ही हम लोग. എന്നും വൈകുന്നേരം ഏത് തോട്ടത്തില് ദൈവം ഇറങ്ങി വന്ന് ഇവരോട് കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, ഇവരോട് കൂടെ നടക്കുമായിരുന്നു. एदन के बगीचे में हर एक शाम परमेश्वर उधर उतर कर आकर उनसे बातें करता था. എന്ന് പാപം ചെയ്തോ അന്ന് മുതൽ ഈ ബന്ധം നഷ്ടപ്പെട്ടു. ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള, ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാം നഷ്ടപ്പെടുവാനിടയായിട്ടുണ്ട്. जब पाप किया उसी समय वो जो उनका संबंध था, बंधन था, वो नष्ट हो चुका. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഇടയിലേക്ക് ദൈവവും യേശുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം തകർന്നു പോയാൽ പിന്നെ ഒരു പ്രയോജനവുമില്ല. अगर आपकी जिंदगी में परमेश्वर और आपके साथ जो बंधन है अगर वो नष्ट हो जाए, फिर कोई भी उपयोग नहीं है. ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ? पौलुस यहाँ कहता है कि जो परमेश्वर के साथ हमारा संबंध है और जो हमारा निर्मलता है वो नष्ट हो जाएगी करके पूछ रहा है. പിശാച് തന്ത്രം കൊണ്ടുവരുന്നത് അവനുമായിട്ടുള്ള ഏകാഗ്രത, അവനുമായിട്ടുള്ള വിശുദ്ധി, നിർമ്മലത നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. शैतान एक एक चाल इसलिए लेके आता है ताकि हमारा जो परमेश्वर के साथ हमारा निर्मलता है और जो शुद्धि है, वो उसे पवित्रता है, उसे नष्ट कर दे. അവനുമായിട്ടുള്ള ഏകാഗ്രത ശ്രദ്ധിക്കണം, അവനുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുക. जो परमेश्वर के साथ हमारा एक केंद्रित्व है, जो हम परमेश्वर के साथ हमारा संबंध है, उसे नष्ट कर दे.
ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പോലെ പറഞ്ഞല്ലോ, എൻഗേജ്മെന്റ് കഴിഞ്ഞവര്, ആ വിവാഹം നിശ്ചയവരെ അവന്റെ എല്ലാ ചിന്തകളിലും ആ വ്യക്തി ആയിരിക്കും. എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നതിന് വേണ്ടി ചുറ്റുപാട് നടക്കുന്നത് പോലും ശ്രദ്ധിക്കത്തില്ല. ഒരേ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ഇടിവ് സംഭവിക്കും. जैसे मैंने आप लोगों को बोला, एक विवाह निश्चय होने के बाद एक दो व्यक्तियों के बीच में जो एक केंद्र होता है, जिनके बारे में वो पूरा फोकस के साथ उसी व्यक्ति को सोचते हैं, परिस्थिति में कुछ भी चल रहा हो उनको कुछ भी चिंता नहीं होता। നിങ്ങൾ എന്ന് രക്ഷിക്കപ്പെട്ടുവോ, എന്ന് യേശുവിന്റെ പിന്നാലെ പോവാൻ തീരുമാനമെടുത്തോ, അന്ന് മുതൽ ഒറ്റ വ്യക്തിയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, ഒറ്റ വ്യക്തിയിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അവനിൽ വിട്ട് ഒരു പരിപാടിക്കും പോവാൻ കഴിയത്തില്ല. പക്ഷേ ശത്രുവായവൻ ചെയ്യുന്നത് ആ ഫോക്കസിൽ നിന്ന്, ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കുക എന്നുള്ള തന്ത്രം മെനയുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. जब आप लोगों ने परमेश्वर को अपना उद्धारकर्ता मान लिया, उनके पीछे चलने का एक निश्चय ले लिया है, तब शैतान आप लोगों को उससे दूर करने के लिए, अलग करने के लिए बहुत ही चाल चलाता है। അവനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. उनके साथ जो हमारा जो पवित्रता और धुन है वो नष्ट हो जाए करके वो चाहता है। കുഞ്ഞുങ്ങളെ, ചുറ്റും നിങ്ങളുടെ മുമ്പിലെ ലോകങ്ങളിലെ മോഹങ്ങള്, പ്രലോഭനങ്ങള്, പ്രതീക്ഷകളൊക്കെ ശത്രുവായവൻ കൊണ്ടുതരും. जो दुनियादारी की जो मोह है, जो चाहत है, ऐसी बहुत सी चीजें हमारे बीच में शैतान लेके आएगा। നമ്മൾ അറിയാതെ അതിലേക്ക് അങ്ങ് വീണു പോകാനിടയാകും. हमारे बिना चाहे ही उसमें गिरने का भी अवस्था शैतान लेके आएगा। ആ കാര്യങ്ങളിലേക്ക് വീണു പോകുമ്പോൾ യേശുവായിട്ടുള്ള ഏകാഗ്രതയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അവനോടുള്ള നിർമ്മലതയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. जब हम उस चीजों में गिर जाते हैं तो जो परमेश्वर के साथ हमारा पवित्रता और जो ईश्वरीय धुन है वो हमें नष्ट हो जाता है। ഏതൊക്കെ ഉപായത്തിലാണ് ഇവരെ വീഴ്ത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? किस किस रीति से, किस किस चाल चलाकर शैतान ने गिराया, आप जानते हैं? സർപ്പം ഹവ്വായെ ഏതൊക്കെ തന്ത്രങ്ങൾ കൊണ്ടാണ് അവനെ വീഴ്ത്തിയത്? सांप ने हवा को कैसे कैसे चाल चलाकर गिराया है। ഒരു സംശയം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുവാനിടയായി തീർന്നു. एक जो शक है उनके अंदर पैदा करवाया। അതിനെ ഞാൻ വിശദീകരിക്കുന്നത് അവിടെ പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ലെന്ന് മാത്രം പറഞ്ഞു, മരിക്കത്തില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളെ തുറക്കും എന്നൊക്കെയുള്ള പല പല വചനങ്ങളെ കോട്ടി വെച്ചുകൊണ്ടുള്ള സംശയം ജനിപ്പിക്കുവാനിടയായി തീർന്നു ശത്രുവായി. वचनों के अलग अलग भागों को लेकर, क्या आप लोग मर जाएंगे, आपकी आंखें खुल नहीं जाएगी, ऐसे बहुत सी बातों को उनके अंदर शक का वो आत्मा डालकर उनको शैतान ने चाल। ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫലം പറിച്ചു തിന്നതിന് മുമ്പേ ഈ ഹവ്വായെ ഒറ്റയ്ക്കാണ് പരീക്ഷിച്ചത്. ദൈവത്തോടും അല്ലെങ്കിൽ ഭർത്താവിനോടും അനുവാദം ചോദിക്കാതെ ഈ കാര്യം ചെയ്യുവാനിടയായി തീർന്നു. ये जो पाप में गिरने से पहले शैतान हव्वा को अकेले गिराने की कोशिश करता है, अपने पति और परमेश्वर से भी परमिशन लेने के बिना वो पाप की ओर गिराने के लिए शैतान ने कोशिश किया। ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്റെ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ എന്റെ പാസ്റ്ററോട്, അല്ലെങ്കിൽ ദൈവത്തോടൊക്കെ ദൈവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെ എനിക്ക് കടക്കാൻ കഴിയും, ഇത് ശരിയാണോ എന്ന് പോലും ചോദിക്കാതെ വഴുതിപ്പോയ ഹവ്വായാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. जब ऐसी परिस्थिति आए तो अपने पति से या परमेश्वर से किसी से भी पूछने के बिना कि मैं ऐसा परिस्थिति है, मैं कैसे इससे बचूं करके पूछने का एक अवस्था या ऐसी साहचर्य भी बनाने के बिना हवा को गिरा दिया। പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവമേ, ഇതിന് എനിക്ക് ഉത്തരം തരണം, ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇതിൽ ഇങ്ങനൊരു ചിന്തകളിലേക്ക് കടന്നു വന്നു, ഇത് എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് ചോദിക്കാനുള്ള അധികാരവും പദവിയും ഒക്കെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. बच्चों, जब आपके सामने ऐसी कुछ स्थिति आता है, परिस्थिति आता है, तो आप लोग परमेश्वर के आगे बैठकर पूछिए कि परमेश्वर मेरे जीवन में ऐसे आ रहा है, मैं क्या करूं, कैसे करूं। ऐसा एक अधिकार परमेश्वर ने आपको दिया है कि परमेश्वर के सामने आके हम पूछे, उनके परमिशन को मांगे। നിങ്ങൾക്ക് അതും പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായ ഡിപ്രഷൻ, ഭയങ്കരമായ ടെൻഷനുകൾ വരുമ്പോൾ നിങ്ങളുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റേഴ്സ്, മാതാപിതാക്കളോട് ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് പുറത്ത് കടക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്.
जब आपकी जिंदगी में बहुत सारे टेंशन्स आते हैं, डिप्रेशन की उस अवस्था में आप लोग जाते हैं, तो आप लोग अपने माता पिता से, अपने दासों से आप लोग पूछ सकते हैं कि मैं कैसे इसमें से बाहर आऊं, क्या करूं, आप लोग ऐसे पूछ सकते हैं। हाँ पास्टर ഓ പ്രൈസ് റോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്ന് പോയതിൻ്റെതായ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ്, ചോദിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ ചോദിക്കാതെ നമ്മൾ അതിൻ്റെ അകത്ത് വീണു പോകുവാനിടയായി. आप लोगों को पूछने का अधिकार दिया गया है, लेकिन पूछे बिना ही उसमें गिराना शैतान चाहता है और गिर जाते हैं. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം, മറ്റുള്ളവരിൽ പഴി ചാരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പഴി ചാരുന്നതിലേക്ക് ഹവ്വായെ കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. और दूसरी बात कि गलती करने के बाद दूसरों के ऊपर वो डाल देना, ऐसा एक जो स्वभाव या ऐसा एक चीज उसके अंदर डाल दिया. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് ഞാൻ എന്നെയും വിശദീകരിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൗലോസ് ഭയപ്പെടുന്നു എന്ന് ഇവിടുത്തെ കൊരിന്ത് സഭയുടെ അനുഭവത്തിൽ അവിടെ പറയുന്നു. और अगले पद में जब पढ़ते हैं तो किस किस बातों में पौलुस डरता है, कोरिन्थी सभा के विषय में किस किस बात में डर रहा है, उसके बारे में बता रहे हैं. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയാൻ വേണ്ടി ശത്രുവായവൻ കൊണ്ടുവരുന്ന 2-3 കാര്യങ്ങളെയാണ് 4-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്. उस चौथे पद में जो मसीह की ओर हमारा केंद्र है और जो निर्मलता है उसे नष्ट करने के लिए क्या क्या लेके आ रहा है, उसके बारे में बता रहे हैं. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം, ഞങ്ങൾ പറയാത്ത വേറൊരു ആത്മാവ്, ഞങ്ങൾ പറയാത്ത വേറൊരു യേശുവിനെ പ്രസന്റ് ചെയ്യുന്നു. एक दूसरा मनुष्य आकर हमारे बताने के अलावा एक शिक्षा को या हमने जो बताया है उस आत्मा के बिना, जो हमारे बताने के अलावा दूसरी बातों को आपके बीच में बता रहा है. വേറൊരു ആത്മാവ്, വേറൊരു യേശു, വേറൊരു സുവിശേഷം, ഇത് നിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനിടയായി തീർന്നു. दूसरी एक आत्मा, दूसरा एक शिक्षा और दूसरे एक यीशु के बारे में आपके बीच में पेश करने के लिए ले आया. അന്ന് കൊരിന്ത് സഭയില് കൊണ്ടുവന്ന ദുരുപദേശങ്ങള് അല്ലെങ്കിൽ ഭാഷണമായ ഉപദേശങ്ങള് നുഴഞ്ഞു കയറി കൊണ്ടുവന്നു വെച്ച കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. उस समय कोरिन्थी सभा के बीच में जो गलत शिक्षाएं हैं उसे लेके आने के बारे में पौलुस यहाँ बता रहा है. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ യൂട്യൂബിലും അല്ലെങ്കിൽ പല പല പ്രസംഗങ്ങള്, നിങ്ങളുടെ പല പരിചയങ്ങളും പല പല യേശുവിന്റെ നാമത്തിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. വേറെ ആത്മാവിന്റെ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പല രീതിയിലുള്ള സുവിശേഷം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഇതൊക്കെ ഒരു പക്ഷേ യേശുവിന്റെ ഫോക്കസിൽ നിന്ന്, യേശുവിലേക്കുള്ള ഫോക്കസിൽ നിന്ന് നിങ്ങളെ മാറ്റി വേറെ ഒന്നിലേക്ക് എത്തിക്കുവാനിടയായി തീരും. अभी के इस समय में हम YouTube के जरिए बहुत से गलत शिक्षाओं को, अलग अलग रीति के यीशु के बारे में गलत शिक्षाओं को और दूसरी आत्मा के द्वारा किए जाने वाले कार्यों को हम देख सकते हैं. ये सब जो है परमेश्वर के साथ हमारा संबंध को अलग करने के लिए, दूर करने के लिए शैतान लेके आता है. നിങ്ങൾ കേൾക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ വചനത്തിൽ അതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട കടമ നിങ്ങളിലുണ്ട്. आप सब लोगों को कुछ भी सुनने का, पढ़ने का सब जो है वो अधिकार है, आप कर सकते हैं. लेकिन जब भी आप कुछ सुनते हैं, कुछ देखते हैं या कुछ पढ़ते हैं, तो वो वचन में है कि नहीं, ये जांचने का एक स्वभाव और एक चीज आप में होना चाहिए. പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ ഇപ്പം ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായോട് അല്ലെങ്കിൽ അവരോട് ദൈവം പറഞ്ഞു, ഈ പഴം കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പാസ്റ്റർ കേട്ടില്ല, സ്റ്റക്ക് ആയി പോയി.
ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായോട് അല്ലെങ്കിൽ ആദാമിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ പഴം കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷെ ശാത്താൻ വന്ന് പറഞ്ഞു ഒരു വാക്ക് മാത്രം, ഒരു ഇല്ല എന്ന്, കഴിക്കുമ്പോൾ മരിക്കയില്ല. കേൾക്കാൻ എല്ലാ സുഖമാണ്, ഒറ്റ വേട് കൂട്ടി അല്ലെങ്കിൽ കുറച്ചു, അതിലവർ വീണു പോകുവാനിടയായി തീർന്നു. परमेश्वर ने एदन के बगीचे में हवा से कहा, जब तुम इसके फल खाओगे तो तुम मर जाओगे, तुम्हारी मृत्यु हो जाएगी। लेकिन शैतान ने आकर नहीं मरोगे ऐसा एक शब्द सिर्फ बोला। वो सुनने में शायद छोटा शब्द होगा, लेकिन उसी छोटे शब्द को उपयोग करके उसने हवा को गिराया। വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന സുവിശേഷം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന യേശു, ആത്മാവ്, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നതും നിങ്ങളുടെ ബ്ലസൻ പാഷ, നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നതും അതും അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വചനത്തിൽ പരിശോധിക്കേണ്ട കടമ നിങ്ങളുടേതാ. बहुत ही ध्यान देने की चीज है। जब भी आपके आगे कोई भी वचन आता है या आत्मा के बारे में, यीशु के बारे में आपके बीच में पेश किया जाता है, वो वचन में है कि नहीं, ये जांचने का बहुत जरूरी है। वो चाहे आपके पास्टर हो या आपके लीडर्स हो, कोई भी हो, लेकिन वो वचन में है कि नहीं, वो जांचना जरूरी है। ഞാൻ ഈ പറയുന്നത് സത്യം തന്നെ. അതിന് പൗലോസ് തന്നെ തെസ്സലോനിക്കയിലെ ഉള്ളവരെക്കാൾ ബെരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവരെ പൗലോസ് പോലും പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് അവർ വചനത്തിൽ ദിനം പ്രതി നോക്കുന്നവരായിരുന്നു. पौलुस भी जब बताते हैं तो पौलुस बोलता है कि थेस्सलोनियन से जो बरोके में थे वो लोग इनसे उत्तम थे करके वो बताते हैं। കാരണം അവര് ദിനം തോറും വചനത്തെ പരിശോധിച്ചു കൊണ്ടിരുന്നു. क्योंकि वो लोग हर प्रतिदिन वो लोग वचन को जांचते रहते थे। കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ പല പല ചോദ്യങ്ങളുമായി അനേകർ പലരും കടന്നു വന്നിരിക്കാം. बच्चों, आपके बीच में बहुत लोग बहुत से प्रश्न के साथ, बहुत से बातों के साथ आपके बीच में आ सकते हैं। പല പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കാം. बहुत सी जो है आपको गिराने के लिए बहुत से ऐसे मोह के साथ, बहुत सी चीजों के साथ आपके सामने आ सकते हैं। ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടുക എന്നുള്ളത് വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. इसमें से बचने के लिए आपका ध्यान वचन की ओर लगाना वही एक रास्ता है। ശത്രുവായവന്റെ ഒറ്റ തന്ത്രം എന്ന് പറയുന്നത് ക്രിസ്തുവായിട്ടുള്ള ഫോക്കസിൽ നിന്ന് നിങ്ങളെ അകറ്റുക എന്ന് മാത്രം. शैतान का एक तंत्र है, वो आपको मसीह की ओर जो आपका ध्यान है उसे अलग करे। നിങ്ങൾ ഒരിക്കലും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് ഒരു ക്ഷീണവും ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. बिल्कुल भी आपका जो मसीह के साथ जो बंधन है और जो केंद्र है उसमें कोई भी प्रकार का रुकावट या कमी नहीं होना चाहिए। നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ശുഷ്കാന്തി, ഒരു വാഞ്ച നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. आपके अंदर हमेशा उस मसीह तक पहुंचने का वो चाहत और उसका जो चाह हमेशा उत्पन्न होते रहना है। എപ്പോഴും പറയേണ്ടത് എനിക്ക് നിത്യത അവകാശം, എനിക്ക് അനന്ത ജീവൻ, എനിക്ക് നിത്യ ജീവനിൽ എനിക്ക് എത്തപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കണം നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, നിങ്ങളെ വാഞ്ചപ്പെടുത്തുന്നത്. आपको हमेशा उस अनंत जीवन में प्रवेश होने की उस चिंता, वही एक चिंता आपके अंदर हमेशा होना चाहिए। ക്രിസ്തുവല്ലാതെ അവിടെ എത്തുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. मसीह के बिना आप लोग वहां तक नहीं पहुंच सकते। യേശുവിനെ കൂടാതെ ഒരിക്കലും അതിനെത്തുവാൻ കഴിയത്തില്ല. यीशु के बिना आप लोग वहां तक नहीं पहुंच सकते। നിങ്ങൾക്ക് ഒറ്റ ഒരു യേശുവിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യജീവനിൽ എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. सिर्फ और सिर्फ केवल यीशु के साथ ही आप लोग उस तक पहुंच सकते हैं। ശത്രുവായവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ജീവനിലേക്ക് പോകുന്ന എന്നെ നിങ്ങളെ എങ്ങനെ ആ വഴിയിൽ നിന്ന് അകറ്റാമെന്ന് മാത്രമാണ്.
शैतान यही देख रहा है कि जो हम लोग उस अनंत जीवन की ओर अभिलाषा कर कर बैठे हुए हैं, उसमें से हमें कैसे नष्ट करें, उस ध्यान से, उस केंद्र से हमें कैसे हटाया जाए। ഓ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, ആ വിശുദ്ധിയിൽ നിന്ന് നിങ്ങളെ അകറ്റുക എന്നുള്ള തന്ത്രം. आपके उस चिंता से, आपके उस चाहत से, आपके उस पवित्रता से आपको कैसे हटाया जाए। നിങ്ങളുടെ ചിന്തകളിൽ മുഴുവൻ യേശു നിറഞ്ഞിരിക്കേണ്ട സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പല പടങ്ങളായി, പല ചിന്തകളായി, പല മോഹങ്ങളായി പലതും അവൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. जब आपका चिंता और केंद्र सिर्फ यीशु की ओर होना चाहिए, उस समय अलग अलग जो है तस्वीरों के साथ, अलग अलग चिंताओं के साथ, अलग अलग चीजों के चाहत और मोह के साथ आप लोगों के सामने शैतान लेके आता है। ഓ നിങ്ങളുടെ മുമ്പില്, നിങ്ങൾക്ക് പണത്തിൻ്റെതായ ഒരു മോഹം അല്ലെങ്കിൽ പ്രലോഭനം. നിങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ കോടീശ്വരനാകും, നല്ല 2 നില വീടുകൾ അല്ലെങ്കിൽ 3 നില വീടുകൾ കിട്ടും, നല്ലൊരു ഇത് കിട്ടും, നല്ലൊരു വിവാഹം കിട്ടും, വിവാഹം ബന്ധം കിട്ടും, കോടീശ്വരനെ കിട്ടും, അല്ലെങ്കിൽ നല്ല അധികാരം കിട്ടും, പദവി കിട്ടും, പണം കിട്ടും, മഹത്വം കിട്ടും എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ശത്രുവായവൻ കൊണ്ടുവരുവാനിടയായി. शैतान जो है आपके सामने वह जो पैसे की मोह के साथ, अगर मैं इस रास्ते में जाऊं या ऐसे जाऊं तो मैं बहुत ही अमीर बन सकता हूं, मैं वो कर सकता हूं, मैं ये कर सकता हूं, मुझे इतना अच्छा एक संबंध मिलेगा, मेरे को एक साथी मिलेगा बहुत ही अमीर वाला, ऐसे बहुत सी चिंताओं को लेके आ सकता है। ഓ കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയങ്ങളില്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ യാത്രയിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പലരും നിങ്ങളെ പുറകോട്ട് തള്ളിക്കിടുവാൻ വേണ്ടി പലരിൽ കൂടെയും ശത്രുവായവൻ പല തന്ത്രങ്ങൾ മെനഞ്ഞ് അടുത്തു വരുവാനിടയായിത്തീരും. आप कॉलेज में पढ़ते हो या कहीं काम भी करते हो, वहां वहां कुछ लोगों के जरिए शैतान आपको पीछे हटाने की कोशिश कर सकता है। ഓ നിനക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനാണ് നിന്റെ സോൾമേറ്റ്, നീയാണ് എന്റെ സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞ പല വ്യക്തികളും നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കാം. शायद आपके सामने कुछ व्यक्ति मैं तुम्हारा जो साथी हूँ, मैं बनना चाहता हूँ, ऐसे बहुत सी बातों को लेके आपके सामने आ सकते हैं। ഈ ലോകത്തിന് ഇച്ചിരി കുടിച്ചാൽ, ഇച്ചിരി ഒന്ന് വലിച്ചാൽ, ഇച്ചിരി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ ലോകം നിനക്ക് ഫോക്കസ് നല്ല ക്ലിയർ ആകും, നീ ഒരു ചിന്തയുമില്ലാതെ ഇങ്ങനെ പറന്ന് നടക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് കടന്നു വന്നിരിക്കാം. आप शायद आपके मन में जो है, मैं थोड़ा सा धूम्रपान कर लूं या थोड़ा सा पी लूं या थोड़ा सा ड्रग्स को ले लूं, कुछ भी नहीं होने वाला, मैं बाकी सब चीजों की चिंताओं से दूर हो सकता हूँ, मैं इस दुनिया में ऐसे उड़कर रह सकता हूँ, ऐसे बहुत सी चिंताओं को डालकर शैतान आपको गिरा सकता है। കുഞ്ഞുങ്ങളെ, ഇതിലൊക്കെ നിങ്ങൾ കൈവച്ചാൽ, കാല് വെച്ചാൽ നിങ്ങളുടെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള ആ പരിശുദ്ധിയിൽ നിന്ന്, ആ വിശുദ്ധിയിൽ നിന്നാണ് നിങ്ങൾ താഴെ വീണു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. लेकिन अगर आप इन चीजों में अपने पैर को रखते हैं, आपकी चाहत को रखते हैं, तो आपका जो परमेश्वर के साथ संबंध और बंधन है वो उसमें ठेस हो सकता है। ഓ അവൻ അവൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ എപ്പോഴും വിശുദ്ധനായിരിക്കണം, ഞാനല്ലാതെ നിന്റെ ഉള്ളിൽ വേറൊരാൾ ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് യേശുവിന്റെ മുമ്പിലുള്ളത്. यीशु मसीह के सामने जो है एक ही एक इच्छा है और चाहत है कि आपके अंदर मेरे अलावा कोई भी चीज की जो है चाहत या पवित्रता और किसी चीज के बारे में नहीं होना चाहिए। ആ യേശു ആഗ്രഹിക്കുന്നത് അവനെ മാത്രം ഏറ്റവും അധികം സ്നേഹിക്കണം, അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ, ഭർത്താവ്, കുട്ടികള്, കുടുംബത്തെ മാത്രം സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും യേശു തയ്യാറാകില്ല. ഫസ്റ്റ് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടത് യേശു തന്നെ ആയിരിക്കണം. परमेश्वर चाहता है कि हमारी जो मुख्य स्थान है, हमारा जो प्रमुख स्थान है, वो परमेश्वर को ही हम दे। उसके बाद हमारा परिवार, हमारा जो भी विषय है वो सब उसके बाद, सबसे पहला मुख्य स्थान परमेश्वर को।
ഗിരിപ്രഭാഷണത്തില് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഹൃദയ ശുദ്ധിയുള്ളവരെ ദൈവത്തെ കാണുമെന്നൊരു വാക്യമുണ്ട്. ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. मत्ती के सुसमाचार में लिखा गया है कि जो दिल के पवित्र है वो परमेश्वर को देख पाएंगे। എന്താണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്? दिल की पवित्रता मतलब क्या है? അതായത് ദൈവം ആഗ്രഹിക്കുന്നതും അനുവദിക്കുന്നതുമായ ഒത്തിരി വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട്. परमेश्वर के द्वारा मीन्स परमेश्वर ने डाले हुए कुछ हमारे जो अंदर कुछ इमोशंस और कुछ ऐसी चीजें हैं। നല്ലത് ദൈവം ഓട്ടോമാറ്റിക്കലാണ് എല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകപ്പെട്ടതായ ചില ഇമോഷൻസ്, ചില ചിന്തകൾ ഒക്കെ ഉണ്ട്. परमेश्वर ने हमारे अंदर दिए गए कुछ अच्छी इमोशंस और कुछ अच्छी चिंताएं हैं। പക്ഷെ അതോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കാത്ത ഒത്തിരി വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. उसी समय परमेश्वर नापसंद करते हुए कुछ चीजें, कुछ चाहत, कुछ इमोशंस हमारे अंदर आते हैं। ശത്രുവായവൻ ജഡത്തിൽ കൂടെ കൊണ്ടുവരുന്ന ചില ചിന്തകളും ചില പ്രലോഭനങ്ങളും ഒക്കെ वो शैतान जो है हमारे इस मांस शरीर के द्वारा लाने वाली भावनाएं हैं। അതിലൊന്നും വീണു പോകുവാനിടയാകരുത്. ആ ചിന്തകളെ, അങ്ങനെ വരുന്ന ചിന്തകളെ നിയന്ത്രിക്കുന്നതിനെയാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. उसमें हमें गिरना नहीं है। ऐसी जो भावनाएं हैं, ऐसी जो चिंताएं हैं, उससे हमें ओवरकम करना है, पकड़े उससे हमें पार करना है। उसी में वो ही परमेश्वर चाहता है। അങ്ങനെയുള്ള ഹൃദയം, അതായത് ചിന്തകളെ, ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ബ്രെയിൻ ഉടമകളായി മാറണം. അവർക്കേ ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. जो परमेश्वर ना चाहते हैं, ऐसी भावनाओं को, ऐसी चिंताओं को हमें पार करना है, वही है जो दिल की पवित्रता। और परमेश्वर चाहता है कि दिल की पवित्रता में रहे, और वही दिल की पवित्रता वाले ही परमेश्वर को देख पाएंगे। ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ഒറ്റൊരു വാക്കാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുന്നത്. मैंने आपके बीच में एक ही एक शब्द को रखा है कि परमेश्वर की ओर जो हमारा केंद्र है। ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുവാൻ നിങ്ങളുടെ ചുറ്റും പല ശത്രുക്കളുണ്ട്, പല തന്ത്രങ്ങളുമായി ചുറ്റും നിൽക്കും. हमारा जो केंद्र है उसे नष्ट करने के लिए बहुत सी चीजें, बहुत सी बातें हमारे अगल बगल में है। അവരോട് നമ്മൾ യുദ്ധം ചെയ്യണം. उनके साथ हमें युद्ध करना है। അവരെ നമുക്ക് പരാജയപ്പെടുത്തണം. उनको हमें पराजय करना है। എങ്കിൽ മാത്രമേ അവനിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അവനോടൊപ്പം നമുക്കായിരിക്കുവാൻ കഴിയത്തുള്ളൂ. तभी हम उस परमेश्वर के पास पहुंच सकते हैं और उन तक पहुंच सकते हैं। ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഈ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ഒരു പോയിന്റ് പറയാൻ വേണ്ടി ഒത്തിരി വിശദീകരണ സമയം എന്റെ മുമ്പിൽ അവസാനിച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അതിനെ ധ്യാനിച്ചുകൊണ്ട് അതിനോടൊപ്പം പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുവാൻ ശ്രമിക്കുക. मैं बस एक ही बात बताना चाहता हूँ, जो मसीह के साथ हमारा केंद्र है और संबंध है, उसी के बारे में। मैं इसके बारे में ज्यादा नहीं बता सकता क्योंकि हमारे आगे समय खत्म हो चुका है, लेकिन मैं बस ये बताना चाहता हूँ कि इस उपवास प्रार्थना में आपका एक ही एक मकसद होना चाहिए, परमेश्वर के साथ जो केंद्र है और संबंध है वो बनाए रहे। ഞാൻ യേശുവിന് വേണ്ടിയുള്ളവനാണ്, ഉള്ളവളാണ്. मैं परमेश्वर के लिए बना हुआ हूँ, बनी हूँ। ഞാൻ അവനെ മാത്രം, അവനാണ് എന്റെ മണവാളൻ, അവനിൽ എത്തപ്പെടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ അവനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് എങ്ങനെയും ഏത് വിധേനയും അവന്റെ സന്നിധിയിൽ എത്തപ്പെടണം. वही मेरा दुल्हा है और वही तक पहुंचने के लिए मेरा
जो है शादी तय किया गया है उन तक मुझे कैसे भी पहुंचना है, उस अनंत जीवन तक मुझे पहुंचना है। ഓ സമയം ഒത്തിരിയില്ല. എത്രയും വേഗം അവൻ എന്നെ ചേർക്കുവാൻ കടന്നു വരും. എത്രയും വേഗം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലായിരിക്കാം, ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കാം. ഏത് സമയത്ത് വരുമ്പോഴും അത് ഒരുങ്ങിയിരിക്കുന്നവരെ മാത്രമേ അവൻ ചേർക്കുവാനിടയായി തീരത്തുള്ളൂ. हमारे आगे समय बिल्कुल नहीं है, बहुत ही कम समय हमारे आगे बचा हुआ है। वो कभी भी आ सकते हैं, शायद आज रात को भी आ सकते हैं, लेकिन उन तक पहुंचना है, वही चाहत हमारे अंदर होना चाहिए। ഈ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങൾ വചനത്തിന്റെ അകത്തിലേക്ക് ഇറങ്ങുക, വചനം പഠിക്കുവാൻ, അതൊന്ന് വാഞ്ചിക്കുവാൻ, അവന്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള വാഞ്ചയോടെ ആയിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. इसलिए इस उपवास प्रार्थनाओं में आप लोग वचन की गहराई तक पहुंचे, वचन को ज्यादा ध्यान दे, उसे मनन करे, परमेश्वर के लिए समय निकाले। परमेश्वर आप सबके भी जीवन में अद्भुत रीति से काम करने पाए। ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर बहुत ही आशीष के साथ ഇതുപോലെ आपके जीवन को സമയം തന്ന പ്രിയ, ഇതുപോലെ സമയം തന്ന കർത്താവിന്റെ ദാസൻ നിങ്ങളുടെ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രസംഭാഷയെ ഓർത്ത് സ്തുതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ വേണ്ടി കാണിക്കുന്ന ആ വലിയ ദർശനം, ആ വലിയ കാഴ്ചപ്പാട്, ആ വലിയ എഫേർട്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. वैसे ही मैं प्रभु के दास और इस टीम का धन्यवाद देना चाहती हूँ कि मुझे ऐसे समय दिया और उस दर्शन के लिए, उस बोझ के लिए, ऐसे बहुत से युवजनों को परमेश्वर के लिए तैयार करने के लिए जो बोझ दिया है, उसके लिए मैं प्रभु को धन्यवाद देना चाहता हूँ। ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയരുതേ. परमेश्वर के साथ जो हमारा केंद्र है उसे कभी भी ठेस ना पहुंचने पाए, उसे नष्ट ना होने पाए। ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको बहुतायत से आशीष करे।